2-3 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വേറെ ഒന്നുമല്ല, ഈ പയ്യന്നൂര് രാമന്തളി എന്ന് പറയുന്ന സ്ഥലത്തെ അച്ഛനും 2 മക്കളും അതുപോലെ തന്നെ മുത്തശ്ശിയും ജീവൻ ഒടുക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിനെതിരെ, അതായത് ഭാര്യയോടുള്ള ദേഷ്യം, ഭാര്യയോടുള്ള വൈരാഗ്യം, ഭാര്യയോടുള്ള പക, ഇങ്ങനെയൊക്കെ കൊണ്ടാണ് അയാൾ മക്കളെയും പ്പെടുത്തി അമ്മയെയും പ്പെടുത്തിയിട്ട് മരിച്ചത്. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് യാതൊരുവിധ ദയ്യം തോന്നുന്നില്ല. അതായത് മക്കളെ പ്പെടുത്തി അവനോട് ഒരു ദയ്യം നമുക്ക് തോന്നുന്നില്ല. എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും മക്കളെ പ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എല്ലാം അവളുടെ കുറ്റമാണ്, എല്ലാം അവളുടെ കുറ്റമാണ്. ഞാൻ പറയാം, ഇന്നിപ്പോഴും ഞാനൊരു ന്യൂസിൽ കണ്ട ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത്, ഈ സ്ത്രീ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മക്കളുടെ മൃതദേഹം കാണിച്ചില്ല, എൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹം കാണിച്ചില്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞ പാട് നമ്മൾ എടുക്കത്തില്ല ആ കേസ്. അത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പരിശോധന നടന്നിട്ടായിരിക്കും കേസ് എടുക്കുക. അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ആ സ്ത്രീ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭാര്യയെയും മകനെയും കൊച്ചുമക്കളെയും കാണാതായപ്പോൾ അച്ഛൻ അവിടെ കിടന്ന ഏതോ ഒരു കത്തെടുത്ത് പോകലിട്ടോന്നോ, അങ്ങനെ അച്ഛൻ അവിടെ നിന്നും അയൽവാസികളെ വിളിക്കാനാണ് ഓടിയത് എന്നൊക്കെയാണ്. കാരണം സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ വെച്ചിട്ട് തന്നെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും, ചിലപ്പോൾ കൂവും, ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛനൊന്നും ചെയ്തില്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം ആ സ്ത്രീ പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിൽ എനിക്ക് സംശയമുണ്ട്, എന്താണ് നടന്നത് എന്ന് എനിക്കറിയണമെന്ന്. അതായത് എല്ലാവരും അവരെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സ്ത്രീയുടെ ഭാഗത്തും കൂടുന്നില്ല, ആ പുരുഷൻ്റെ ഭാഗത്തും കൂടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു. അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹബന്ധം വേർപ്പെടുത്തി പോകണമായിരുന്നു. ഇപ്പോഴും ഞാൻ ചെറിയ അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ ഇവൻ്റെ കയ്യിലും ഒരുപാട് തെറ്റുകളുണ്ട്. അതായത് ഇവനും ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പണ്ടേ പിരിഞ്ഞു പോകാമായിരുന്നു, പണ്ടേ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ നല്ല വാശിക്കാരനാണ്. ഭർത്താവ് മോശമൊന്നുമല്ല, ഭർത്താവും മോശമല്ല, ഭാര്യയും മോശമല്ല, രണ്ടുപേരും നല്ല വാശിക്കാർ തന്നെയാണ്. ആ വാശി, അതായത് അവൾ എങ്ങനെയെങ്കിലും അനുഭവിച്ച് തീർക്കണം, അവൾ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നരകിച്ച് ജീവിക്കണം, ഇനിയിപ്പോഴും എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും കുഞ്ഞുങ്ങളെയും ഓർത്തിട്ട് അവൾ ജീവിക്കണം എന്നുള്ള തരത്തിൽ അവൾക്കിട്ടൊരു പണി തന്നെയാണ് ഭർത്താവ് കൊടുത്തത്. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇവരുടെയൊക്കെ വാശിയും വൈരാഗ്യങ്ങളും ഇതുമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ഈ നാറികളൊക്കെ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. ഇവരൊക്കെ പറയുന്നത് എന്താണെന്നറിയാം, ഞങ്ങളുടെ സന്തതിയാണ്, ഞങ്ങളുടെ സന്തതി, ഞങ്ങളുടെ മക്കള്, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്ക് ആര് പാലും വെള്ളം കൊടുക്കും, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്കാർ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും എന്നൊക്കെയുള്ള ഇവരെ പോലെയുള്ള ചില ആൾക്കാർ. എന്നിട്ട് അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് എഴുതി മെഴുകുന്ന ഒരു കൂട്ടം രോഗികൾ വേറെയും. അവറ്റകൾ പറയുന്ന കാര്യം എന്താണെന്നറിയാം, അനാഥാലയത്തിൽ അങ്ങനെ പിള്ളേർ വളരണ്ട, താൻ ഏറ്റെടുക്കോടോ, മറ്റവൻ ഏറ്റെടുക്കോടോ, ഇവൻ ഏറ്റെടുക്കോടോ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഇതിൻ്റെ പുറകെ വേറെ. ഇവരുടെയൊക്കെ മാനസിക നില പരിശോധിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തു, അതിനാരും ഒന്നും പറയുന്നില്ല. എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ട് എന്ത് നേടി? ആ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടൂടെ? നിങ്ങൾ എവിടെയോ പോയി ജീവിച്ചോ മക്കളെ, എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോടെങ്കിലോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ഇപ്പം ഇന്നലെ ആ സ്ത്രീ ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്. ആ സ്ത്രീയുടെ കയ്യിലും തെറ്റുകൾ വന്നിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേരും വാശിക്കാർ തന്നെയായിരിക്കാം. പക്ഷെ ഇതിലേറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ആ കുട്ടികളാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഇനിയും ജീവിക്കേണ്ടതാണ്, ഒരുപാട് ഉയരങ്ങളിലെത്തേണ്ടതാണ്, ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടവരാണ് എന്നുള്ളൊരു വിചാരം പോലും ആ തന്തക്ക് ഉണ്ടായിരുന്നില്ല. ആ തന്തക്ക് ഉണ്ടെങ്കിൽ ആ തന്ത അങ്ങനെ ചെയ്യില്ല. പിന്നെ പറയുന്നൊരു ന്യായമുണ്ട്, അമ്മ ഉപദ്രവിക്കും, അതുകൊണ്ട് തന്നെ അമ്മയുടെ കൂടെ പോകാൻ താല്പര്യമില്ല കുഞ്ഞുങ്ങൾക്ക്. പക്ഷേങ്കിൽ നമ്മുടെ നിയമം കുഞ്ഞുങ്ങളെ അമ്മയുടെ കൂടെ വിട്ടു. ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ തന്തമാരും ഒരുപോലെയല്ല, എല്ലാ അമ്മമാരും ഒരുപോലെയല്ല. കാരണം രണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീകളുണ്ട്. കുറേ നാൾ മുമ്പ് നമ്മൾ കണ്ടതല്ലേ, ഒരു സ്ത്രീ ആർന്ന് കാമുകൻ്റെ കൂടെ കിടക്കാൻ വിടുന്നില്ല എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് നല്ലോണം ആ ചെക്കനെ തല്ലിയത്. എന്നിട്ട് ആ സ്ത്രീ വന്ന് ന്യായീകരണം നിരത്തുന്ന കണ്ടില്ലേ? 11 വയസ്സായ ആ ഒരു പയ്യനോടാണ് ആ സ്ത്രീയുടെ വിരോധം. എത്രമാത്രം വിരോധത്തോടു കൂടിയാണ് ആ സ്ത്രീ പെരുമാറുന്നത്, എത്രമാത്രം പ്രശ്നത്തോടു കൂടി. ആ പയ്യൻ ഇങ്ങനെയാണ്, ആ പയ്യൻ സൈക്കോ ആണ്. സ്വന്തം മകനെ പറയുകയാണ് അവൻ സൈക്കോ ആണെന്ന്.
അപ്പം അങ്ങനെയൊക്കെ പറയുന്ന കുറേ അമ്മമാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന കുറേ അച്ഛന്മാരൊക്കെ നമ്മൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും ഒന്നും അങ്ങനെ ക്ലിയർ ഒന്നുമല്ല. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ പക ഒരുപോലെയാണ്. എല്ലാവർക്കും പകയുണ്ട്. ആ പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തകർക്കാം. ഞാൻ പറഞ്ഞാൽ വിവാഹത്തിലോ സ്നേഹിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സ്നേഹമായിരിക്കും. അത് കഴിഞ്ഞ് തെറ്റി കഴിഞ്ഞാൽ യഥാർത്ഥ സ്നേഹം കാണുന്നത് എന്നേരാണ്. അതായത് ഇവർ രണ്ടൊരു പക വെച്ച് അത് തീർക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ഞാൻ ഈ സിനിമാ താരങ്ങളൊക്കെ കൈയടിക്കുന്നത്. കാരണം എന്താ അറിയുക, അതായത് പൊടിയും തട്ടി പോകുമ്പോഴെങ്കിലും പറയുമായിരുന്നു എന്നാ അറിയാം നമ്മളിനി ഫ്രണ്ട്സുകളാണെന്ന്. അങ്ങനെ ചില ടീമുകളുണ്ട്. എന്നാൽ അങ്ങനെയെങ്കിലും ഇരുന്നൂടെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പിന്നെ എന്താ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവള് വേറെ ആരുടെയും കൂടെ പോകും, ഇല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കും. അപ്പോഴും ഞാനിതെന്നെ കാണണ്ടേ? കാരണം എന്താ പറയുക, ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വൈരാഗ്യമാണ്, അല്ലാതെ വേറെ ഒരു തേങ്ങാക്കൊലിയല്ല. ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ എന്താണെന്നല്ലേ, അതായത് ഞാൻ ഡിവോഴ്സ് ഓളെ ചെയ്യും, എന്നിട്ട് ഓളെ അനുഭവിക്കണം, ഓളിങ്ങനെ ഇമ്മ വരക്കണം, പൈസ ഇല്ലാതെ ഓളിയിലോട്ട് ഇങ്ങനെ തെണ്ടണം, അതായത് ഇത്രയും നല്ല കാറിലൊക്കെ പോയി അവൾ ഇങ്ങനെ ബസ്സിൽ പോകണം എന്നൊക്കെയാണ് ചില ആൾക്കാരുടെ വിചാരം. അതുപോലെ തന്നെ ചില പെണ്ണുങ്ങളെന്ന വിചാരം എന്നറിയാം, ഡിവോഴ്സ് ചെയ്തിട്ട് ഇവനെ പഠിപ്പിക്കണമായിരുന്നു, ഞാനും മക്കളും ജീവിച്ച് കാണിച്ചു കൊടുക്കണം, ഞാനും മക്കളും ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് ഇവരുടെ ഈ രീതി എന്ന് പറഞ്ഞാൽ. അല്ലാതെ എന്തെന്ന് നമുക്കെന്താന്ന് ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ് പരസ്പര ഈഗോയും പരസ്പരം വൈരാഗ്യം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്നാമതൊരാൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു കഥ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോകേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, മൂന്നാമതൊരാളുടെ ആവശ്യമല്ല. മൂന്നാമതൊരാൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതൊരാൾക്ക് നിങ്ങളുടെ ജീവിതം ഇനി കുട്ടിച്ചോറായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയോ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ടിയില്ല. അയാൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ, അയാൾക്ക് നിങ്ങളുടെ ആ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഒരു സുഖം, അതാണ് മറ്റുള്ളവൻ്റെ വിഷമം കേൾക്കുമ്പോൾ ഒരു സുഖം. ഈ ഏതവനോട് ഇപ്പം നമ്മളില്ലേ, നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കുടുംബ പ്രശ്നമുണ്ട്, നമ്മൾ ഒരാളോട് പോലും പോയിട്ട് പറയരുത്. നമ്മളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മുൻകൈ എടുത്തിട്ട് നമ്മളെ പാർട്ട്ണർമാരോട് പറഞ്ഞിട്ട് തീർക്കുവാവേണ്ടത്. ഇല്ലെങ്കിൽ പ്രശ്നം എന്നാ അറിയാം, മൂന്നാമത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഓൻ ഭയങ്കരമായിട്ട് സങ്കടം അനുഭവിക്കും. ഓ ഇവിടെ കഷ്ടമുള്ള നിൻ്റെ കാര്യം, നീ ഇങ്ങനെ ആയിപ്പോയല്ലോ, നീ എത്ര നല്ല മനുഷ്യനായിരുന്നടാ. അങ്ങനെ ഓനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇവൻ നീ അനുഭവിക്കടാ, നേരെ അവൻ്റെ ഭാര്യയോടും പോയിട്ട് പറഞ്ഞു കൊടുക്കുവായിരുന്നു, ഇതാ ഓൻ്റെ വീട്ടിലിങ്ങനെ പ്രശ്നമാണെന്ന് നിന്ന്. മനസ്സിലായി? ഇതാണ് മനുഷ്യന്മാർ. ഇനി കടാണെങ്കിലും ശരി, കുടുംബ പ്രശ്നമാണെങ്കിലും ശരി, ഇതൊക്കെ ആണെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സന്തോഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖമോ ഒന്നും വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് തീർക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരുത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കത്തേ ഉള്ളൂ. എല്ലാവരും പറയുന്നില്ലേ ഇവിടെ തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്, അതന്നെ എനിക്കും പറയാനുള്ളത്. പക്ഷേ ഇത് മൂന്നാമതൊരാൾ വന്നിട്ട് തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതായത് നിങ്ങൾ തന്നെ തീർത്തോ പറഞ്ഞിട്ട് എന്തിനായി മൂന്നാമതുള്ളവനെ അറിയിക്കുന്നത്? കടമുണ്ടെങ്കിലും മൂന്നാമതുള്ളവനെ അറിയിച്ചെന്ന് 1 ലക്ഷങ്ങൾ കൊണ്ട് തരുക, പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടി എന്നോട് പറയാ. എന്തിനാ അങ്ങനെ സമാധാനം? വീടുണ്ടെങ്കിൽ അത് വിറ്റിട്ട് കടം വീട്ടിയിട്ട് വേറെ ഏതെങ്കിലും വാടക വീട്ടിൽ പോയിട്ട് താമസിച്ചൂടെ? ഇതിലും അന്തസ്സില്ലേ? ജോലി ചെയ്തിട്ട് ജീവിച്ചൂടെ? അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കടമാണ് എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, അതായത് മരിക്കേണ്ടവർ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ വെറുതെ വിടുക. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ കല്യാണത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് വേണോ, അല്ലെങ്കിൽ ഒരു 3-4 വർഷം നോക്കട്ടെ നമ്മൾ, എന്നിട്ട് മതി എന്നുള്ള തീരുമാനത്തെങ്കിലും എടുക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. പിന്നെ വേറൊരു കാര്യം, ആ സ്ത്രീയുടെ ഇൻ്റർവ്യൂ വേണമെങ്കിൽ പിന്നെ മറ്റേ ഏതോ ഒരു നെറ്റ്വർക്ക് ചാനൽ യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവുകയായിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ. അവരാന്ന് ഈ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. നന്ദി, ബൈ ബൈ.